കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചിരുന്നു NSSഉം SNDPയും തമ്മിലുള്ള പ്രണയബന്ധം താറുമാറായ കഥയൊക്കെ. അതിന്റെ വിശദാംശങ്ങൾ നമ്മുടെ വാർത്തയുടെ യൂട്യൂബ് ചാനൽ, അതായത് മെയിൻ പേജ് നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വിശദമായ വാർത്ത നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന്റെ വിശകലനം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ, അവതരണമൊക്കെ ഇഷ്ടമാകുന്നു, പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഞാനിപ്പോൾ പറയുന്നത് SNDP NSS അവരുടെ പ്രണയബന്ധം തകരാനിടയായ കാരണം സുകുമാരൻ നായർക്ക് വെള്ളാപ്പള്ളിയിലുണ്ടായ സംശയമാണ്. വെള്ളാപ്പള്ളി BJPയുടെ ഏജന്റാണ്. വെള്ളാപ്പള്ളിക്ക് പത്മ പുരസ്കാരം ലഭിച്ചത് കൈക്കൂലി കൊടുത്തിട്ടാണ്. BJPയുമായുള്ള ബാന്ധവം ഉറപ്പിച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിക്കുന്നത്. വെള്ളാപ്പള്ളി എന്ന് പറയുന്ന വ്യക്തി BJPയിലേക്കുള്ള പാലമാണ്. ഹൈന്ദവ സംഘടനകളെ ഹൈജാക്ക് ചെയ്ത് BJPയിലേക്ക് നയിക്കുന്ന പാലമായിട്ട് വെള്ളാപ്പള്ളി വർത്തിക്കുന്നു. അതുമാത്രമല്ല, ചർച്ചകൾക്ക് നിയോഗിക്കപ്പെട്ടത് NDAയുടെ മുതിർന്ന നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയെയാണ് തുടർ ചർച്ചകൾക്ക് വേണ്ടി SNDP നിയോഗിച്ചത്. ഇത് സംശയാസ്പദമാണ്. NSS നല്ല പിള്ളയാണ്. NSSന് രാഷ്ട്രീയ കക്ഷികളോട് സമദൂരമാണ് ഉള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടികളെയും അങ്ങനെ അന്ധമായി വിശ്വസിക്കുന്ന ആളല്ല. കോടതികളും നീതിന്യായ വ്യവസ്ഥയും ഉള്ളത് കൊണ്ടാണ് NSS ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അല്ലാതെ രാഷ്ട്രീയ പാർട്ടി അവരുടെ പിന്തുണ കൊണ്ടല്ല എന്നൊക്കെ സുകുമാരൻ നായർ കട്ടയ്ക്ക് തിരിച്ചടിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം തന്നെയാണ് വെള്ളാപ്പള്ളിക്ക് താമ്രപത്രം ആദ്യം കൊടുത്തത്. വെള്ളാപ്പള്ളി നല്ലവനാണ്, അദ്ദേഹത്തെ VD സതീശൻ ആക്ഷേപിക്കുന്നത് ശരിയാണോ? VD സതീശൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? വെള്ളാപ്പള്ളിക്ക് 89 വയസ്സായില്ലേ? 30 വർഷമായി ഒരു സംഘടനയെ നയിക്കുന്ന വ്യക്തിയല്ലേ? അദ്ദേഹത്തെ ഇങ്ങനെ കടന്നാക്രമിക്കുന്നത് ശരിയല്ല. VD സതീശൻ കടുത്ത വർഗീയവാദിയാണ്. അതുകൊണ്ടാണ് ഈഴവ സംഘടനാ നേതാക്കളെയൊക്കെ അടച്ചാക്ഷേപിക്കുന്നത് എന്നൊക്കെ സുകുമാരൻ നായർ തന്നെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. എന്നാൽ ഈ അവസരത്തിൽ ഇവർ തമ്മിലുള്ള ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിച്ചത് രാഷ്ട്രീയത്തിന് അതീതമായി ഹൈന്ദവ സംഘടനകളുടെ ഏകോപനം എന്ന ഒരു ആവർത്തിച്ച് സുകുമാരൻ നായർ പറയുന്നുണ്ട്. ഹൈന്ദവ സംഘടനകളുടെ ഏകോപനം അല്ലെങ്കിൽ ഐക്യം എന്നതിലൂടെ സുകുമാരൻ നായർ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ ബന്ധമല്ലാതെ മറ്റ് എന്താണ്? രാഷ്ട്രീയമായി വിലപേശൽ രാഷ്ട്രീയത്തിന് കളമൊരുക്കുന്ന ഒരു സംഘടനാ ശക്തിയായി ഈ ഈഴവ നായർ ഐക്യത്തെ മുന്നോട്ട് കൊണ്ടുവന്നത് സുകുമാരൻ നായർ തന്നെയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് മലയാളിക്ക് സുകുമാരൻ നായരുടെ ഇരട്ടത്താപ്പ് കൂടി വ്യക്തമാകുന്നത്.